ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ അഫീം ഫ്രണ്ട്സും കൂടി എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ സർപ്രൈസ് ചെയ്ത വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയി കാണാൻ നിൽക്കണ്ട, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇനി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഞാൻ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് ഈ സർപ്രൈസിനെ കുറിച്ച് ഒന്നും അറിയാണ്ട് അന്നത്തെ ദിവസം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ കുറച്ച് മടി പിടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസ് ഒക്കെ കിട്ടി ആകെ ചമ്മിപ്പോയോണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഓർത്തു, ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട്, അതായത് ഇവായും കൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. ഹലോ, ഇന്നത്തെ ദിവസത്തിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിങ്ങൾ ഇനി വലിയ ബർത്ത്ഡേ സെലിബ്രേഷനോ എന്തെങ്കിലും പാർട്ടിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ഥലം വിട്ടോ കേട്ടോ. ഇവിടെ ഒന്നുമില്ല. ആക്ച്വലി 12 മണിക്ക് ഇവായി അഫിയെന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവാ വിഷ് ചെയ്ത അമ്മായി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഹാപ്പി ടു യു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അഫി രാവിലെ ഓഫീസിൽ പോയിട്ടോ. അപ്പിക്ക് ലീവ് അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. അപ്പി ഓഫീസിൽ പോയി. ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഞാനും ഇവായും ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് എന്ത് സെലിബ്രേഷൻ ഒന്നുമില്ല. അപ്പോൾ പിന്നെ വൈകിട്ട് അപ്പി വന്നിട്ട് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോഴാട്ടോ എനിക്കിവിടെ വന്നിട്ട് ഇന്നാണ് എനിക്ക് എൻ്റെ വീട് ആദ്യമായിട്ട് മിസ് ചെയ്യുന്നത്. കാരണം ഒന്നല്ല, വീട്ടിലാണെങ്കിൽ എന്തായാലും ഉമ്മച്ചി ഒരു ബിരിയാണി ഉണ്ടാക്കും, അതുപോലെ തന്നെ പായസം വയ്ക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ വന്നപ്പം എന്താ ഒന്നുമില്ലാത്ത പോലെ ഞങ്ങൾ രണ്ടാളും മാത്രമേ റൂമിൽ അടഞ്ഞിരുന്നിട്ട് ആകെ ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അഫി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല കേട്ടോ. അഫിക്ക് രാവിലെ ചായ മാത്രമേ കൊടുക്കുള്ളൂ. അഫി 8 മണിയാകുമ്പോൾ പോകും. അപ്പോൾ പിന്നെ അഫിക്ക് ചായ മാത്രം മതി, വേറെ ഭക്ഷണം ആ സമയത്ത് കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഒന്നും കഴിക്കാണ്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളിനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പം നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. പിന്നെ വൈകിട്ട് അഫി എന്നിട്ട് പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഫിയുടെ കാര്യമായതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ഇപ്പം എന്താ ലേറ്റ് ആയിട്ടാട്ടോ വരുന്നത്. ഓഫീസിൽ ഭയങ്കര തിരക്കുണ്ട്, അതുപോലെ തന്നെ ഇറങ്ങിയിട്ടാണ് ട്രാഫിക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് പുറത്ത് പോകുമെന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്നാലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടി കാണിക്കാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പാല് കാച്ചാൻ പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ ലോങ് ലൈഫ് മിൽക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ ശുദ്ധമായിട്ടുള്ള പശുപാലൊക്കെ കുടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇത് എടുക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് അത്രയ്ക്കൊരു ഇഷ്ടമൊന്നും തോന്നുന്നില്ല. ഇവിടെ എനിക്ക് അറിയില്ല കേട്ടോ ഫ്രഷ് മിൽക്ക് കിട്ടുമോ എന്നുള്ള കാര്യം. ഞങ്ങൾക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാല് കാച്ചാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇവാണെങ്കിൽ കിച്ചണിൽ വന്നിരുന്നിട്ട് മൊബൈലിൽ കാർട്ടൂൺ കാണലാണ് കേട്ടോ പരിപാടി. അപ്പോൾ നാട്ടിൽ വെച്ചിട്ട് ഞാൻ തീരെ മൊബൈൽ കൊടുക്കാണ്ട് കൊണ്ടുവരുന്ന കൊച്ചായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അഫി രാവിലെ പോകുന്നതിന് മുന്നേ എന്നെ കളിയാക്കിയിട്ട് പോയിട്ട് ഇവിടെ സേമിയ ഇരിപ്പുണ്ട്. അപ്പോൾ ഉമ്മായി മോളും കൂടി സേമിയ വെച്ചിട്ട് പായസം ഉണ്ടാക്കി കുടിച്ചോ, ബർത്ത്ഡേ അല്ലേ എന്നൊക്കെ പറഞ്ഞ് തന്നെ നല്ലോണം കളിയാക്കിയിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്തായാലും സേമിയ തന്നെ വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ പായസമൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് സേമിയ പാലിൽ പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. ഇവാൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. രാവിലെ വെറുതെ സേമിയ ഇങ്ങനെ പൊടിച്ചിട്ട് പാലിലിട്ടിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പോൾ അതാ ഈ ഒരു പരുവായി കഴിയുമ്പോൾ ഇത്രയും കുറുകിയാൽ മതി. അതിൽ കൂടുതൽ കുറുകിക്കഴിഞ്ഞാൽ പിന്നെ ഇവ കുടിക്കില്ല. അപ്പോൾ ഇതാ നമ്മൾ കാരിഫോറിൽ നിന്ന് വാങ്ങിയ ബൗളാണ്. ഞാൻ പറഞ്ഞില്ല, അവിടുന്ന് 1 ദിർഹംസിന് കിട്ടിയിട്ടുള്ള ബൗളായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിൽ വന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കേണ്ടത്. ഞങ്ങൾ തറയിൽ തന്നെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. കാരണം അവിടെ ആകുമ്പോൾ അവിടെ മാത്രം ക്ലീൻ ചെയ്താൽ മതിയല്ലോ. ഇവ ചിലപ്പോൾ കട്ടിലിൻ്റെ പുറത്തൊക്കെ വലിഞ്ഞ് കയറും കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും താഴെ തന്നെ ഇരുത്തിയിട്ടാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. ഇവാൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളുടെ കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഭക്ഷണമൊക്കെ ഓൾമോസ്റ്റ് തണുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ എപ്പോഴും തണുത്ത ഭക്ഷണമാണ് എനിക്ക് കഴിക്കാൻ കിട്ടാറുള്ളത്.
കഴിച്ച് കഴിഞ്ഞ പാട് ഇവ കോൺഫ്ലെക്സ് വെച്ചിട്ട് റൂം ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഉമ്മച്ചിയെ ഫോൺ വിളിച്ച സമയത്ത് അവൾ ചെയ്ത് കൂട്ടിയതാണിത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ ചെയ്യുക, എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി, അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ അടിച്ചുവാരലും തുടക്കലും ഒരു ദിവസം മിനിമം ഒരു 5-6 പ്രാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ആകെ ഈ ഒറ്റ റൂമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എപ്പോഴും അഴുക്കാവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവ പിന്നെയും വന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയ ഫുഡൊക്കെ പിന്നെയും വന്ന് കഴിക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ ഇത് വെറും ഒരു അടവാണ് കേട്ടോ. ഇത് അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെയ്യണതല്ല. ഇത് കഴിച്ച് കഴിയുമ്പോൾ കൈയും മുഖമൊക്കെ അഴുക്കാവുമല്ലോ, അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ കാണിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എഴുതുന്നവരും ഇത് തന്നെ കേട്ടോ. കൈയും മുഖവും കഴുകാമെന്നും പറഞ്ഞ് വെറുതെ ടോയ്ലറ്റിൽ കയറിയിട്ട് പൈപ്പ് തുറന്ന് കളിയാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് എന്നെ സഹായിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അവൾ അടിച്ചു വാരി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നിന്ന് ചൂലൊക്കെ വാങ്ങിയിട്ട് ഭയങ്കര പരിപാടിയായിരുന്നു. പിന്നെ സഹായം ഉപദ്രവത്തിലോട്ട് കടക്കണമെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ അവളുടെ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ഞാൻ തന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി. ഓൾമോസ്റ്റ് ഒരു പകുതി പാക്കറ്റോളം കോൺഫ്ലെക്സ് ആട്ടോ അവൾ കളഞ്ഞത്. എനിക്ക് ശരിക്കും സങ്കടം വരാൻ, ഇത്രയും വെറുതെ കളഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഒന്ന് തുടച്ചിട്ടിട്ട് കിച്ചണിലോട്ട് പോയി. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ പാത്രം കഴുകാൻ നേരം ഇവ കൂടെ ഉണ്ട് കേട്ടോ. ഇവ റൂമിലിരുത്തി കഴിഞ്ഞാൽ അവൾക്ക് മൊബൈൽ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മൊബൈൽ കൊടുക്കണ തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മൊബൈൽ കൊടുക്കാറില്ല. കൂടുതലും കിച്ചണിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കാറേ ഉള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങൂല്ല, താൻ ഇരിക്കൂല്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ മൊബൈൽ അധികം കൊടുക്കാൻ നോക്കാറില്ല. കൂടുതലും ഇങ്ങനെയൊക്കെ തന്നെ കഷ്ടപ്പാടാണെങ്കിൽ ഇങ്ങനെ ഇരുത്താറുള്ളൂ. പിന്നെ കുക്ക് ചെയ്യണ സമയത്തൊക്കെ എനിക്ക് കുറച്ച് പേടിയാണ്. കാരണം അവൾ കാലോ കയ്യോ ഒക്കെ എടുത്തിട്ട് തീയിലൊക്കെ തൊടുമോ എന്നൊക്കെ പേടിച്ചിട്ട് ആ സമയത്ത് മാത്രമൊക്കെയാണ് ഞാനിങ്ങനെ മൊബൈൽ കൊടുക്കാറുള്ളത്. അത്യാവശ്യം മാത്രമായിട്ട്, അല്ലാണ്ട് എനിക്ക് കൊടുക്കാൻ ഒട്ടും താല്പര്യവും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവാക്കൊരു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അവൾക്ക് ഭക്ഷണം രാവിലെ കഴിച്ചത് എനിക്ക് അത്ര തൃപ്തി പോരായിരുന്നു. പിന്നെ മുട്ട കൊടുത്തതിനാൽ അവൾ ഏത് സമയത്തും കഴിച്ചോളും. അവൾക്ക് ആകെ ഇഷ്ടം എന്ന് പറയാനായിട്ടുള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഈ മുട്ട മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അപ്പം ഇതിപ്പോൾ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. കാരണം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവ ഇത് പിന്നെയും പഴയ പോലെ തന്നെ ആക്കാറുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാറുണ്ട്. പിന്നെ എന്താ, അവൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൂടുതലും ബെഡിൽ കയറിയെന്ന് അവൾ കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തട്ടിക്കളയാലും ഒക്കെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടി. അങ്ങനെ റൂം അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവാൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്തു. അപ്പോൾ ലാപ്ടോപ്പിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവളത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കിച്ചണിൽ പോയിട്ട് അവൾക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് പോയി. അപ്പോൾ അവൾക്ക് മാത്രമുള്ളത് ഞാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അവൾക്ക് മാത്രമുള്ള ചോറ് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ കുറച്ച് മാത്രം അരി ഇട്ടിട്ട് ജസ്റ്റ് ചോറ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ എന്തെങ്കിലും പച്ചക്കറികൾ, അതായത് ക്യാരറ്റോ അല്ലെങ്കിൽ മത്തങ്ങായോ കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ വേവിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 വിസിൽ അടിച്ച് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇപ്പോൾ മത്തങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചില സമയത്ത് ഞാൻ ഇതിൽ മുട്ടയൊക്കെ ചിക്കി ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും. ചിലപ്പോൾ ചിക്കനൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്ന് മത്തങ്ങയാണ് ഇടുന്നത്. അവൾക്ക് ഏറ്റവും ഇഷ്ടവും മത്തങ്ങ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതിട്ടിട്ട് 1-2 വിസിലും കൂടെ അടിച്ച് കഴിയുമ്പോൾ അവൾക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ടാവേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നിട്ട് ഇവായി കുളിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ ഞാൻ അങ്ങനെ ഒരുപാട് നേരത്തെ ഒന്നും കുളിപ്പിക്കാറൊന്നുമില്ല. ചോറ് കൊടുക്കണതിന് കുറച്ച് മുന്നേ ആയിട്ട് മാത്രമേ കുളിപ്പിക്കാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോറും കൊടുത്തിട്ട് പിന്നെ കിടത്തി ഉറക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ കുളിപ്പിച്ച് അതിന് ഡ്രസ്സൊക്കെ ഇടിച്ച് ക്രീമൊക്കെ തേച്ച് കൊടുത്ത് സുന്ദരിക്കുട്ടിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കൊടുക്കണ കാര്യം എന്നും ഇങ്ങനെ തന്നെയാണ്. എത്ര ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും കഴിക്കണമൊക്കെ കണക്കാണ്. നമ്മൾ പിടിച്ച് വലിച്ച് എങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിച്ച് പിടിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. പക്ഷേ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ എങ്ങനെയൊക്കെ ഇത്തിരി കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം അവർ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് എങ്ങനെ കഴിക്കാൻ തോന്നും, നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെയാണെങ്കിലും കഴിപ്പിക്കാറുണ്ട്. അതിന് കുറച്ച് നേരം കൂടി അവൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടോ. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഞാൻ അവളെ ഉറക്കായിരുന്നു. അപ്പം ഞാൻ ഡെയിലി ഒന്നും തല നനയ്ക്കാറില്ല കേട്ടോ. 2 ദിവസമൊക്കെ കൂടുമ്പോഴേ ഇവിടെ തല നനയ്ക്കാറുള്ളൂ. അപ്പോൾ മുടിയൊക്കെ നല്ലോണം കൊഴിയുന്നുണ്ട്, അതുകൊണ്ട് ഡെയിലി തലേന്ന് നനയ്ക്കില്ല. ഇവ ആണെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കണ കണ്ടുകൊണ്ട് തീരെ ഉറങ്ങണില്ലായിരുന്നു കേട്ടോ. അവൾ ഓരോ ഗോഷ്ടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്യാമറയിൽ നോക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ ഉറങ്ങിയത്.
അങ്ങനെ ഞാൻ പോയിട്ട് എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ന്യൂഡിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ന്യൂഡിലിൽ ഞാൻ കുറച്ച് സോസേജ് വറുക്കണുണ്ട്, അതുപോലെ കുറച്ച് ഗ്രീൻ പീസും കൂടി വറുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ഉച്ചയ്ക്ക് അങ്ങനെ ചോറധികം കഴിക്കാറില്ല. എനിക്ക് പൊതുവേ ചോറിനോട് തീരെ താല്പര്യമില്ല. പിന്നെ വൈകിട്ട് എന്തായാലും അവർക്ക് ചോറ് വേണം. അപ്പോൾ പിന്നെ വൈകുന്നേരം ചോറാണ് ഇവിടെ വയ്ക്കാറുള്ളത്. അപ്പോൾ പിന്നെ വൈകിട്ടും ഉച്ചയ്ക്കും എപ്പോഴും ചോറ് കഴിക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളൂ. എപ്പോഴും ന്യൂഡിലൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ബ്രെഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും, ചിലപ്പോൾ ഇവാക്ക് ഉണ്ടാക്കണ പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കിയാൽ അതെടുത്ത് കഴിക്കും, ചിലപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആട്ടെ എൻ്റെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്ന് പറയണത്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. അവൾ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇവ വന്നിട്ട് തുളത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അവളങ്ങനെ കണ്ടിന്യൂസ്ലി ഉറങ്ങുമൊന്നുമില്ല, ഇങ്ങനെ എണീറ്റേ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവ ഉറങ്ങിയപ്പം ഞാൻ പതിയെ അവളവിടെ കിടത്തിയിട്ട് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മെഷീനിലിട്ടു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇവ കരഞ്ഞ് വിളിച്ച് കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഇത് തന്നെ കേട്ടോ, ഏത് നേരം കരച്ചിൽ തന്നെയാണ്. അവൾക്ക് ഇവിടെ തീരെ ഇഷ്ടമായിട്ടില്ല. വീട്ടിലിങ്ങനെ ഓടിക്കളിച്ച് നടന്നതല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആകെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ആൾക്ക് തീരെ ഇവിടെ പിടിച്ചിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ പാർക്കിലോട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇവാൾക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഇത്രയും നേരമായിട്ട് അഫി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ദേഷ്യം പിടിച്ചിട്ടിരിക്കുകയായിരുന്നേ. അതുകഴിഞ്ഞ് ഞാൻ പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കിയിട്ട് റൂമിൽ പോയി. പിന്നെ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, എനിക്ക് അത്രയും ദേഷ്യമായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് പോലും അഫി ഒന്നും നേരത്തെ വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സംഭവിച്ചതൊക്കെ നിങ്ങൾ അഫിയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. ഞാൻ തീരെയും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അത്രയും വിഷമിച്ച്, എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അത്രയും സങ്കടപ്പെട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു സർപ്രൈസ് കിട്ടിയപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി ഞാൻ. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കേ. അപ്പോൾ പിന്നെ നമുക്കിനി വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.